അമ്മ ആള് കൊള്ളാലോ. ഇത്രയും കാലം മകനെ പറ്റിച്ച് ഉള്ള പൈസ മുഴുവൻ കൈക്കലാക്കി. ഇപ്പൊ ചോദിക്കുമ്പോൾ ഒരു രൂപ പോലും കയ്യിലില്ലാന്ന്. വെറുതെ അല്ല പഠിച്ച മരുമകള് വേണം ജോലിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞത്. എൻ്റെ ശമ്പളം വാങ്ങിച്ചെടുക്കാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നത്. എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ സാലറി കിട്ടുമല്ലോ. ചോദിക്കുമ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അജേട്ടാ, പുതിയ ഷോപ്പ് തുടങ്ങുന്ന കാര്യം എന്തായി? അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ? അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ പെട്ടെന്നൊരു ഷോപ്പ് ടൗണിൽ കിട്ടുക പറഞ്ഞാലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നത് എവിടെ ഒഴിവില്ല. പിന്നെ അത്രയും കോമ്പറ്റീഷൻ പിടിച്ച ഫീൽഡല്ലേ. ഇപ്പോൾ ഒരു സ്ഥലമൊക്കെ നോക്കിയിട്ട് റൂം കിട്ടുക പറഞ്ഞാലേ നടക്കുന്ന കാര്യമല്ല. എൻ്റെ ഒരു ടൗണിലെ ഫ്രണ്ട് ഉണ്ട്, അജീഷേ. അപ്പോൾ അവൻ പറഞ്ഞു ടൗണിൽ തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്. ഒരു 5-8 വർഷമായിട്ട് കച്ചവടം നടന്ന ഷോപ്പാണ്. അവർക്കിപ്പോൾ ദുബായിലോ എവിടെയോ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് പറഞ്ഞിട്ട് മൂപ്പര് അങ്ങോട്ട് പോകാൻ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 1-2 വർഷത്തേക്ക് നമുക്കത് വാടക കിട്ടും. അത് വേണമെങ്കിൽ പോയി നോക്കിയാലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോയി നോക്കാം. ഇതിപ്പോൾ റെന്റിന് കിട്ടുക പറഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ കുറേ കാലമായിട്ട് നടത്തി വരുന്ന പറയുമ്പോഴേ കച്ചവടം പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. എന്തായാലും താൻ ഫ്രീ ആകുമ്പോൾ പറയാം, നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. എൻ്റെ സൗകര്യം നോക്കണ്ട. ഇനിയിപ്പോൾ നീട്ടി കൊണ്ടുപോയിട്ടെങ്കിലേ അത് വേറെ ആർക്കെങ്കിലും റെന്റിന് കൊടുത്താലോ? ഞാൻ എന്തായാലും ഹാഫ് ഡേ ലീവ് എടുക്കാം. നമുക്ക് ഇന്ന് തന്നെ പോയാലോ? അല്ല, വേണമെങ്കിൽ ഞാനും ഹാഫ് ഡേ ലീവ് എടുത്തുനിന്ന് പോയി നോക്കാം. പക്ഷേ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? വേണോ? വേണം. ഇപ്പോഴായിട്ട് ഇങ്ങനെയൊക്കെ പറയണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുകൊണ്ട് നേരത്തെ തുടങ്ങിയില്ല എന്നൊക്കെ ആയിരിക്കും പറയാൻ നിൽക്കുക. അല്ല, ഇത്ര കാലമായിട്ട് ഇങ്ങനത്തെ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ എന്താവോ എന്നൊക്കെ അല്ലാത്തൊരു ടെൻഷനുണ്ട്. ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ടാകും. അത് കാര്യമില്ല. പിന്നെ ഇപ്പോൾ ടൗണിലൊക്കെ ഒരു ഷോപ്പ് കിട്ടുക പറഞ്ഞാൽ അത് ഇത്രയും പെട്ടെന്ന് കിട്ടിയില്ല ഏട്ടാ. അതൊക്കെ വലിയ കാര്യമല്ലേ. എന്തായാലും ബിസിനസ് ആകുമ്പോൾ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാകും. അതൊക്കെ കണക്ക് കൂട്ടിയിട്ട് നമ്മൾ ഇറങ്ങണം. എന്തായാലും എനിക്കൊരു ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനില്ല. ഇത്രയും കാലം ധൈര്യം തരാൻ ചിലപ്പോൾ ഒരാളില്ലാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടല്ലോ. രണ്ടും കളിപ്പിച്ച് ഇറങ്ങനെ. ഇപ്പം തന്നെ പോവാ. മാറ്റി. ഞാനതൊരു 1/2 മണിക്കൂറിൻ്റെ എത്തിയായിരുന്നു. ആണോ? ഓ, അപ്പം 2 ദിവസം കഴിഞ്ഞിട്ടാ? എന്നാൽ കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഓ, ശരി. പ്രിയ, എടോ. അമ്മ മോളെ, നീ എത്തിയടി. കുഞ്ഞെവിടെ? കുഞ്ഞിനെ ഉറക്കിയതാ. അവനിനി 1-1.5 മണിക്കൂർ കിടന്നോളും. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ അമ്മ നോക്കാന്ന് പറഞ്ഞേ. എന്തായാലും പെട്ടെന്ന് പോകാ പറഞ്ഞിട്ട് ഞാൻ വന്നതാ. എന്താ കാര്യം? ഓ, എന്ത് പറയാനാടി മോളെ. ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അമ്മ പറഞ്ഞിട്ടുണ്ടാകും. ഇതാകെ കുടുംബം തന്നെ തകിടം മറിഞ്ഞ് കിടക്കുക. തകിടം മറിഞ്ഞ് കിടക്കേ? എന്താ അമ്മ, ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അവള് പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പ്രശ്നം മുഴുവനും നിന്റെ ഏട്ടൻ തന്നെയാ. ഏട്ടനോ? ഏട്ടനെ പോലെ സൈലന്റ് ആയിട്ട് ഈ നാട്ടിൽ തന്നെ വേറെ ആരും ഉണ്ടാവില്ല. ആ ഏട്ടൻ പ്രശ്നം ഉണ്ടാക്കിയെന്നോ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞാൽ കുടുംബത്തിൽ അടിച്ച് പിരിഞ്ഞ് തല്ലി പിരിഞ്ഞു എന്നല്ല. ജഗൻ 2 ദിവസം മുമ്പേ മൊബൈൽ ഷോപ്പ് പുതിയ തുടങ്ങണം, 3 ലക്ഷം വേണം, 4 ലക്ഷം വേണം, മറ്റ് ലക്ഷങ്ങളുടെ കണക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാലോ. ഞാൻ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ അതൊക്കെ? അല്ല, ഏട്ടൻ എന്തിന് ഇത്രയും പൈസ? ഇത്രയും കാലം ആ മൊബൈൽ ഷോപ്പിൽ പണിക്കാരനായിട്ടല്ലേ നിന്നത്. ഇനി ഈ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് തുടങ്ങണം, ബിസിനസ് തുടങ്ങണം, ഇതൊക്കെയോ പറയണ കേട്ടു. പൈസയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താടി ചെയ്യുക? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്ത് കൊടുത്തിട്ടുണ്ടാകും. ഇത്രയും കാലം ഏട്ടന് കിട്ടുന്ന പൈസ മുഴുവൻ അമ്മൻ്റെ ഏൽപ്പിച്ചത്. ഒരു അക്കൗണ്ട് പോലും എടുത്തിട്ടില്ലല്ലോ. അപ്പം അമ്മ ഈ പൈസയൊക്കെ എന്താക്കിയതാ? ഇതേ പെണ്ണെ, എൻ്റെ വായന്ന് കേൾപ്പിക്കാൻ നിൽക്കല്ലേ. അത് വേണം അമ്മ, ഇത് വേണം അമ്മ മറ്റും മിനിറ്റിന് വിളിക്കുമല്ലോ. അപ്പോഴൊക്കെ എടുത്തു തന്നതേ അവൻ്റെ പൈസ തന്നെയാണ്. അതൊക്കെ നീ മറന്നാ? അതെ അമ്മ, ഞാൻ എന്ത് വേണം പറഞ്ഞു അതിന്? നീ എന്ത് വേണം പറഞ്ഞെന്നാ? ദേ പെണ്ണെ, നിന്റെ കല്യാണത്തിൻ്റെ പ്രസവത്തിൻ്റെ എല്ലാ ചെലവും ഈ അമ്മയല്ലേ എടുത്തത്. പ്രസവത്തിന് പോകുമ്പോൾ അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിട്ട് കട്ടില്, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അലമാറാൻ വേണ്ടിട്ട് എല്ലാം ഇവിടുന്ന് കൊണ്ടുപോയില്ലേ. അതിനൊക്കെ ചില്ലറ പൈസയാണ്. പിന്നെതാ ഈ കഴിഞ്ഞ ആഴ്ചയില്ലേ നീ 30,000 ലാപ്ടോപ്പ് വാങ്ങിക്കാൻ വേണം വേണ്ടിട്ട് അമ്മയെ വേണ്ടിട്ട് വിളിച്ചത്. അതും ഞാൻ പൈസ അവൻ്റെ തന്നെ എടുത്തു തന്നത്. അതെന്തായാലും നീ മറന്നിട്ടില്ലല്ലോ. അതൊക്കെ ഈ ലക്ഷങ്ങളിൽ പെടുമോ? ഇല്ല, അതൊന്നും ലക്ഷങ്ങളിൽ പെടുകയില്ല. എപ്പോഴേ രാവിലെ തന്നെ ഓരോന്ന് കേൾപ്പിക്കാൻ നിൽക്കല്ലേ.
നീ ഓരോന്ന് വേണം പറയുമ്പോൾ തന്നതും പിന്നെ ഞാൻ കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത്ര തന്നെ. അല്ലാണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ 1 രൂപ ഇല്ല. എന്നിട്ടിപ്പം അമ്മ എന്താ ഏട്ടനോട് പറഞ്ഞ്? ഞാനെന്ത് പറയാൻ, കയ്യിലുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല പറഞ്ഞു. അപ്പം അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകണ്ടായിരുന്നു. എന്നിട്ടിപ്പം എന്ത് തീരുമാനിച്ചു ഏട്ടൻ? ബിസിനസ് തുടങ്ങുന്നുണ്ടോ അതോ അവിടെ തന്നെ പോവാനാ? ആ തുടങ്ങണ്ടത്രേ. രണ്ടാളും കൂടി അന്വേഷിക്കാൻ പോണെന്നാ എന്തൊക്കെയോ ചെറുതായിട്ട് പറയണ കേട്ടു. ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ പോയില്ല. അമ്മ ചേച്ചി കാരനാണോ ഇപ്പം ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായത്? ആളെങ്ങനെയാ? അവളെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. രാവിലെ എണിച്ച് ഇവിടുത്തെ എല്ലാ പണികളും ചെയ്യും. ജോലിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാലും എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ചെക്കനാ പ്രശ്നം. അവള് കുഴപ്പമൊന്നുമില്ലടി മോളെ. എന്തായാലും അമ്മ ഒന്ന് സൂക്ഷിച്ചോ. മരുമക്കളല്ലേ, എപ്പോഴാ അവരുടെ സ്വഭാവം മാറാന്ന് പറയാൻ പറ്റില്ല. ആ ഇനിയിപ്പം നീ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയില്ലേ, അപ്പം അതിൻ്റെ ശമ്പളവും കാര്യമൊക്കെ എങ്ങനെയാ? അതിനെക്കുറിച്ച് എന്തെങ്കിലും അവർ പറഞ്ഞോ? അതൊക്കെ ഓരോ വർക്കിനനുസരിച്ച് മാസത്തിൽ അവർ പൈസ അയച്ചു തരിക. എന്താമ്മ? ഓ എന്തേന്നല്ല, കിട്ടുന്ന ശമ്പളം മുഴുവൻ ആ തളൻ്റെ കൊടുക്കാൻ നിൽക്കണ്ട. പിന്നെ ഞാൻ സമ്പാദിച്ച പൈസ ആ അമ്മൻ്റെ കൊടുക്കാൻ നിൽക്കുക? അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഒന്നുമില്ല, ചിലപ്പോൾ ഓരോന്ന് പറഞ്ഞിട്ടേ വാങ്ങിച്ചെടുക്കാനൊക്കെ നോക്കും. നീ ആ കുഞ്ഞിനെയും വെച്ച് ഇത്രയും കഷ്ടപ്പെട്ട് മാസം മാസം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയല്ലേ, നിന്റെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റി വെച്ചിട്ടേ ബാക്കി മുഴുവൻ അക്കൗണ്ടിലിട്. അത് ആര് ചോദിച്ചാലും കൊടുക്കണ്ട. അതൊക്കെ എനിക്ക് അറിയില്ല അമ്മേ. ഇതിപ്പോ അമ്മ പറഞ്ഞേണ്ട ആവശ്യമുണ്ടോ? ആ കാര്യത്തിലൊക്കെ ഞാൻ കറക്റ്റാ. അല്ല അപ്പോൾ വിവേക് മോനോ? അവൻ കിട്ടുന്ന പൈസ മുഴുവൻ ആ അമ്മൻ്റെ കയ്യിലാണോ കൊടുക്കണത്? അയ്യേ, ഏട്ടൻ കിട്ടുന്ന പൈസ മുഴുവൻ സേവ് ചെയ്യും. 1 രൂപ പോലും അനാവശ്യമായിട്ട് ചെലവാക്കില്ല. അല്ലെങ്കിലും അവിടെ അധികം ചെലവൊന്നുമില്ല അമ്മ. അച്ഛന് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ, മാസം ഒരു 10,000 രൂപയുണ്ടേ. അതുകൊണ്ടാ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. പിന്നെ നമുക്ക് നെല്ലും അരിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, പറമ്പ് കിടക്കല്ലേ. പിന്നെ അടയ്ക്ക മാങ്ങ തേങ്ങ വിട്ട് അത് വിറ്റിട്ട് കിട്ടുന്ന പൈസയുണ്ട്. എന്തായാലും നമുക്ക് ചെലവൊന്നുമില്ല, അവരാ നോക്കിക്കോളും. ആ ഇപ്പോൾ ഒരു കുഞ്ഞല്ലേ ഉള്ളൂ, വൈകാണ്ട് വേറെ ഒന്നും കൂടി ആകും. അപ്പോഴേ കുടുംബത്തിൻ്റെ ചിലവ് കൂടുകയുള്ളൂ. അപ്പോൾ മക്കൾക്ക് വേണ്ടി ഇതിനെ കുറച്ച് സേവ് ചെയ്ത് വെക്കേ, അല്ലാണ്ട് എല്ലാം കുടുംബത്തിലേക്ക് വേണ്ടി ഇറക്കണ്ട. ഓ എൻ്റെ അമ്മ, പൈസേൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. അങ്ങനെ അനാവശ്യമായിട്ടൊന്നും നിങ്ങൾ രണ്ടാളും ചെലവാക്കില്ല. ആ ശ്വേത വന്നിട്ട് കുറേ നേരമായോ? ഇല്ലേച്ചി, ഇപ്പം വന്നേ ഉള്ളൂ. അല്ല, ഈ സമയം ആവില്ലേ ജോലി കഴിഞ്ഞ് വരാൻ? ആ ഈ സമയമാവും. നീ എന്താ കുഞ്ഞിനെടുത്തില്ലേ? ഇല്ല, അവനെ എടുത്തില്ല. ഇനിയിപ്പോൾ ഉറക്കിയിട്ട് വന്നാണേ, എണിക്കുമ്പോഴത്തേക്ക് അവിടെ എത്തണം. നീ ഇരിക്കേ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ചായ ഒന്നും വേണ്ട ചേച്ചി, ഞാൻ ജസ്റ്റ് അമ്മയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഇപ്പം ഇറങ്ങും. നീ ഇരിക്കുന്നു പറയാനും പറ്റുന്നില്ല. കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് വന്നല്ലേ, ചിലപ്പോൾ എണീറ്റൊക്കെ അറിഞ്ഞാലോ. ആ അതാ ഒരു ടെൻഷൻ. അമ്മ എണീറ്റ് കഴിഞ്ഞാൽ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര നേരമായിട്ടും വിളിച്ചില്ലേ. ചിലപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ഒരേ കരച്ചിലായിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ആ മോളെ നീ ഇറങ്ങിക്കോ, അമ്മ വിളിക്കുക. ശരി, എന്നാ പോയിട്ട് വരാം. ഹലോ, ആ എത്തിയാ? നേരെ വന്നാൽ മതി. KL9 മൊബൈൽസ്. ആ കുറച്ചുകൂടെ. ആ ആ അത് KL9 പറഞ്ഞു. റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കണം എനിക്ക്. എന്താ വണ്ടി ഇവിടെ നിർത്താലോ? ആണ്, ഞാൻ തിരക്കാൻ പറഞ്ഞിട്ട് അപ്പുറം നിർത്തി വെച്ചായിരുന്നു. അതെയോ? എന്ത് പറയണ കാര്യങ്ങൾ? സുഖമായിട്ട് പോകുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? നമ്മള് പറഞ്ഞ പോലെ തന്നെ, ഞാൻ ഫോണിലൂടെ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. എന്തായാലും ബിസിനസ് എന്താ പറഞ്ഞാൽ ഗൾഫിലും ഉണ്ട്. അപ്പൊ ഇവിടെയും ഉള്ളതുകൊണ്ട് രണ്ടും കൂടി നടക്കില്ല. മാക്സിമം ഇവിടത്തെ നിന്ന് ഒഴിവാക്കിയിട്ട് അവിടെ മൊത്തമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത്. അല്ല, ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ നല്ല കച്ചവടം ഉണ്ട്. ആ നമുക്ക് അപ്പുറത്തെ ഒരു ഏരിയയിലുണ്ട്, ഫുൾ ഫോക്കസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ആ കസ്റ്റമേഴ്സിന് പിടിക്കാൻ പറ്റും. ബസ് സ്റ്റാൻഡ് ഉണ്ട് അപ്പുറത്ത്, ഇവിടെ കോട്ട മൈതാനം ഉണ്ട്. എല്ലാം അത്യാവശ്യം നല്ല. നമുക്ക് അപ്പുറത്ത് പാർക്കിംഗ് ഉണ്ട്. ആ ഉണ്ട്, സ്ഥിരം ഇതുണ്ടോ? ആ ഉണ്ട്. നമുക്ക് സർവീസാണ് കൂടുതൽ നമുക്ക് വരുന്നത്. ഇവിടെ 2 സർവീസറും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അവരിനെ നിങ്ങൾക്ക് ആക്കിത്തരാം. പിന്നെ കസ്റ്റമേഴ്സിന്റെ കോൺടാക്ട്സ് ഞാൻ നിങ്ങൾക്ക് ചെയ്തുതരാം. റേറ്റ് ഒന്നുകൂടി എന്തെങ്കിലും നമ്മൾ ഫോണിൽ പറഞ്ഞ പോലെ തന്നെ. എത്രയാണ് വാടക? നമ്മൾ അഡ്വാൻസ് ഒരു 1 മാസ വാടക ഒരു 15 ഉദ്ദേശിക്കുന്നത്. 15. അത് ചെറിയതല്ല, പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പോലെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് നല്ല കച്ചവടം ഉണ്ടാവും. ഞാനിവിടെ
അവിടെ ബിസിനസ് ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നുണ്ടാവും. നിങ്ങൾ എത്ര പോയാഴ്ച? ഞാൻ അടുത്ത മാസം എന്തായാലും പോകും. അപ്പം നിങ്ങൾ ഈ ആഴ്ച നോക്കിയിട്ട് നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ സ്പീഡാക്കാം, നമ്മുടെ എഗ്രിമെൻറ്റും സ്പീഡാക്കി വിടായിരുന്നു. എന്താ പറയണേ? നോക്കിയിട്ട് നോക്കണേ നോക്കിക്കോളൂ. സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ സ്റ്റോക്ക് കാര്യങ്ങൾ നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്തുതരാം. ബാക്കി നിങ്ങൾ ഇറക്കിയിട്ട് നന്നായിട്ട് ചെയ്താൽ അടിപൊളിയായിട്ട്. സെക്കൻഡ്സ് ഉണ്ട്, ഫ്രഷ് ഉണ്ട്. കൂടുതൽ സെക്കൻഡ്സ് നന്നായിട്ട് പോകുന്നുണ്ട് ആണല്ലേ. സർവീസ് നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓ കണ്ടോ, ജസ്റ്റ് ഇവിടെ എന്തെങ്കിലും സീലിംഗ് ഒക്കെ അടിച്ചല്ലേ, കുറച്ച് എന്തെങ്കിലും പെയിന്റ് ഒക്കെ ഒന്ന് മാറ്റുക, അത്രയൊക്കെ. അപ്പൊ എന്തായാലും ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ വേണമെങ്കിൽ വരുന്നത് എഗ്രിമെന്റ് കാര്യമൊക്കെ ഞാൻ പറഞ്ഞേ. ശരി എന്നാ. ശരി ശരി വിളിച്ചാൽ മതി. ശരി. ആ മോളെത്തിയോ? ഇന്നിപ്പോ 12-ാം തീയതി ആയില്ലേ? ആമാ, എന്തെങ്കിലും പരിപാടി ഉണ്ടോ? പരിപാടിയൊന്നുമില്ല. അല്ല, നിനക്ക് എപ്പോഴാണ് ശമ്പളം കിട്ടാന്ന് പറഞ്ഞത്? 10-ാം തീയതി അല്ലേ? ആമേ, 10-ാം തീയതി തന്നെ. എന്താ കാര്യം? എന്നിട്ടിപ്പോ ശമ്പളം കിട്ടിയിട്ട് 2 ദിവസമായില്ലേ? നീ എന്താ എൻ്റെ അടുത്ത് പറയാത്തത്? സാലറി കിട്ടിയതിന് ഞാൻ എന്ത് പറയണമ്മ? ശമ്പളം കിട്ടിയെന്ന് പറയൊന്നും വേണ്ട, ആ നേരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക ചെയ്യേണ്ടത്. അതെന്താ അങ്ങനെ ഒരിത്? എൻ്റെ അടുത്ത് ആരും ഇന്നവരെ പറഞ്ഞിട്ടില്ല. ആ, അറിഞ്ഞില്ലെങ്കിൽ കേട്ടോ, ഇനി മുതൽ എല്ലാ മാസവും ശമ്പളം കിട്ടിയാലേ അത് നേരെ എൻ്റെ കയ്യിൽ തന്നോ. പിന്നെ നിനക്ക് എന്തെങ്കിലും ആവശ്യത്തിനുള്ള ചില്ലറ പൈസ വേണമെങ്കിൽ ഞാൻ തന്നോളാം. അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ വെച്ചതൊക്കെ ചിലവാകും. അമ്മയാണെങ്കിൽ ഭദ്രമായിട്ട് സൂക്ഷിക്കും. അമ്മ ഭദ്രമായിട്ട് സൂക്ഷിക്കുന്ന കാര്യമൊക്കെ ഇന്നാള് നമ്മളെല്ലാവരും കണ്ട തന്നെയല്ലേ, അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലമ്മ. അയ്യോ, ഇതിപ്പോൾ അതുപോലൊന്നും ആകില്ല. അമ്മ പുതിയൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടേ. അതിനാണെങ്കിൽ ഗൂഗിൾ പേയും ഇല്ല, ATM കാർഡും ഇല്ല. അതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ചാർജ് മറ്റൊക്കെ പിടിക്കില്ലേ, അങ്ങനത്തെ ഒരു കുന്തവും ഉണ്ടാകില്ല. അതുകൊണ്ട് മോൾ എപ്പോഴും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി കേട്ടാ. അയ്യോ, അതൊന്നും വേണ്ടമ്മ. 1 മാസം ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടിയ പൈസയല്ലേ, അതെങ്ങനെ ചിലവാക്കണമെന്ന് അതെനിക്കറിയാം. അയ്യോ, അത് ശരിയാകില്ല മോളെ. നീയൊക്കെ ഇപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടെങ്കിലേ ഈ ഗൂഗിൾ പേ ആയ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും പറഞ്ഞിട്ട് വാങ്ങിക്കും ഓരോ സാധനങ്ങളും. പിന്നെ ഡ്രസ്സ് എടുക്കാൻ പോയാൽ കയ്യും കണക്കും ഇല്ലാണ്ടല്ലേ ചിലവാക്കുന്നത്. അമ്മയാണെങ്കിൽ അനങ്ങാണ്ട് സൂക്ഷിക്കും. അല്ല, എന്നിട്ടിപ്പം ഏട്ടൻ 5-6 വർഷം സമ്പാദിച്ച പൈസയൊക്കെ അനങ്ങാണ്ട് അമ്മ വെച്ചിട്ടില്ലേ, അതൊക്കെ എവിടെ നിന്നിട്ട്? എന്താടി എന്നെ കളിയാക്കുന്ന പോലത്തെ ഒരു സംസാരം? ഇപ്പം നീ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നിട്ടല്ലേ ഉള്ളൂ. ഇതേ അതിന് മുമ്പ് ചിലവാക്കിയ പൈസൻ്റെ കണക്കൊക്കെ ആയിരുന്നു. ഇവിടെ പെങ്ങളുടെ കല്യാണം കഴിപ്പിച്ചില്ലേ, അവളുടെ പ്രസവം നോക്കി, ഇതെല്ലാം അവനെടുത്ത് വെക്കാൻ തന്ന പൈസ തന്നെയാണ് ഞാൻ എടുത്ത് ചിലവാക്കിയത്. അല്ലാണ്ട് ഞാൻ എവിടെയും സമ്പാദിക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ. മക്കളുടെ പൈസ ഇത്തിരി എടുത്തു വേണ്ടേ, അതിൽ ഇത്ര പറയേണ്ട കാര്യമൊന്നുമില്ല. ആ, അതന്നെയാ പ്രശ്നം. അമ്മ പുറത്തു പോയി സമ്പാദിക്കുകയാണെങ്കിലേ അവിടുത്തെ കഷ്ടപ്പാടൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് അധ്വാനിക്കേണ്ട പൈസയെ വെറുതെ പോക്കറ്റിലാക്കല്ലേ, അപ്പൊ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലമ്മ. നീ അധികം സംസാരിക്കാൻ നിൽക്കണ്ട, ശമ്പളം ഇങ്ങോട്ട് തരാൻ നോക്ക്. പൈസ എടുക്കാനൊന്നുമില്ല, അതാ ഒരു അക്കൗണ്ടിലായിട്ട് വന്നിരിക്കുന്നത്, അതെൻ്റെ ബാങ്കിൽ തന്നെ ഉണ്ട്. എന്നാൽ പിന്നെ നീ നിന്റെ ATM ഇങ്ങോട്ടാ, ഞാൻ അപ്പോഴ ATM പോയിട്ട് എടുത്തിട്ടേ കാർഡ് തിരിച്ചു തരാം. അമ്മയ്ക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഞാൻ അധ്വാനിച്ച പൈസയല്ലേ, അത് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലാണ്ട് ഒരിക്കലും ഞാനത് അനാവശ്യമായിട്ട് ചിലവാക്കൊന്നുമില്ല. നീ എന്താടി പറഞ്ഞാൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മാത്രമല്ല, അപ്പുറത്തും ഇപ്പുറത്തും എത്ര പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് അറിയോ? അവരൊക്കെ നല്ല നല്ല ജോലിക്കാണ് പോകുന്നത്. മാസം അവസാനം കിട്ടുന്ന ശമ്പളം മുഴുവൻ അമ്മായിമ്മൻ്റെ കയ്യിൽ 1 രൂപ കുറയാണ്ട് ഏൽപ്പിക്കും. അതൊക്കെയാണ് മരുമക്കള്. അത് മരുമക്കളല്ലമ്മേ, അടിമകള്. ഇന്നത്തെ കാലത്ത് മരുമക്കൾക്ക് നല്ല ജോലി വേണം, പഠിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു നിങ്ങൾ നല്ല ഫോർവേഡ് ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത്, അടി മൊത്തം ചെണ്ടയ്ക്കും പൈസ മുഴുവൻ മാരാർക്കെന്നുള്ള ഏർപ്പാടില്ലേ, അതെന്തായാലും ഇവിടെ നടക്കില്ല. ഇത്രയും കാലം ഏട്ടനെ പറ്റിച്ചിട്ടേ ഉള്ള പൈസ മുഴുവൻ അമ്മ കൈക്കലാക്കിയില്ലേ, എന്നിട്ട് ആ പാവത്തിനെ പാപ്പരാക്കുകയും ചെയ്തു. എന്തായാലും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അധ്വാനിക്കുന്ന പൈസയെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ചെലവിനുള്ള എന്തെങ്കിലും വേണമെങ്കിൽ അത് ഞാൻ തന്നോളാം, അതിനൊരു കുഴപ്പമൊന്നുമില്ല. എന്ത്
നീ എന്തൊക്കെയാടി പറയണത്? അന്ന് മകള് വന്നപ്പോൾ അവള് നന്നായിട്ട് ഉപദേശിക്കണ്ടായിരുന്നല്ലോ. അത് കേട്ടിട്ട് തന്നെ അന്ന് ഞാൻ വന്നത്. അവളുടെ അടുത്ത് എന്താ പറഞ്ഞത്? നീ സമ്പാദിക്കുന്ന പൈസ 1 രൂപ ആ തളേൻ്റെ അടുത്ത് കൊടുക്കണ്ട, മകൻ്റെ അടുത്തും പറയേ വെറുതെ വീട്ടിൽ വേണ്ടി ചെലവാക്കണ്ട, ഇനി നിനക്ക് കുട്ടികളും കുടുംബമൊക്കെ ആവുമല്ലേ, അവർക്ക് വേണ്ടി സേവ് ചെയ്യുന്നൊക്കെ. അതെന്താ അമ്മ, മകളുടെ കാര്യത്തിൽ ഒരു നിയമം, മരുമകൾക്ക് വേറെ നിയമമോ? എന്തായാലും എൻ്റെ ശമ്പളം മുഴുവനും അമ്മൻ്റെ അടുത്ത് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ചെലവിന് തരും, അത്ര തന്നെ. ഇനിയും വെറുതെ ചോദിക്കാൻ നിൽക്കണ്ട. ഓ, എന്തൊരു പെണ്ണാത്! ഇതൊരു പാവമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. വെറുതെ അല്ല ചെക്കൻ ദേഷ്യപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് പൈസയൊക്കെ ചോദിച്ചത്. ഈ പെണ്ണ് വന്നിട്ട് മയക്കിയെടുത്തത് അവനെ. എന്തായാലും നീ അങ്ങനെ ഇവിടെ വാഴണ്ടടി, ഞാനിന്നെ സമ്മതിക്കില്ല.